തെളിവ്. അതുകൊണ്ടാണല്ലോ പ്രവാചകത്വത്തെ തെളിയിക്കുന്ന മറ്റു തെളിവുകൾ ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ഒരു പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഫറോവ ചക്രവർത്തിയോട് പോയിട്ട് പറയുന്നു, പടച്ച തമ്പുരാൻ എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു. ഫറോവ ചക്രവർത്തിയോട് അത് പറയുമ്പോൾ ഫറോവ ചക്രവർത്തി എന്താ തെളിവ് എന്ന് ചോദിക്കുന്നു. അപ്പൊ മൂസാ നബി അള്ളാഹു എന്നോട് സംസാരിച്ചതിന് 4 സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഈ 4 സാക്ഷികൾ നിന്റെ ആളാണെന്നാ പറയുള്ളൂ. ഇത് അഹമ്മദ് നസീം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹാബിമാർക്ക് മുഴുവനും കാണിച്ചു കൊടുത്തു എന്നൊരു ഹദീസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയാൻ എന്താണ്, ആ സഹാബിമാർ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരുന്ന ആളുകളാണ്, അവർ കള്ളം പറഞ്ഞതായിരിക്കുമെന്നാണ്. അല്ലേ? അത് പറയാൻ സാധ്യത ഉണ്ടല്ലോ. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നല്ല, ഏത് പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ പ്രവാചകന്റെ വെളിപാടിന് അനുഭവം വൈയക്തികമാണ്, വ്യക്തിപരമാണ്. പക്ഷേ ആ വെളിപാടിനുള്ള തെളിവ് സാർവത്രികമാണ്, എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇതാ എന്താ തെളിവെന്ന് ചോദിച്ചപ്പോ സാക്ഷിയുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് തെളിവെന്ന കണ്ടോ എന്നാ പറഞ്ഞത്. വടി നിലത്തിടുന്നു, സർപ്പമാകുന്നു. ആ സർപ്പമാകുമ്പോൾ ആ തെളിവെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ തെളിവിനെ നോക്കിക്കൊണ്ട് ഫറോവ പറയുന്നു, ഇത് മാജിക്, എൻ്റെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത്, വരട്ടെ അവരുടെ ആളുകൾ എന്ന് മൂസ വന്നു. അവർ മൂസയുടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവും മാജിക്കുകാരുടെ കൺകെട്ട് വിദ്യയും മത്സരിച്ചു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വിജയിച്ചു, മാജിക്കുകാരടക്കം ഇസ്ലാം സ്വീകരിച്ചു. ഇത് ചരിത്രം ഖുർആനിലുള്ളത്, ഇത് യഥാർത്ഥത്തിലുള്ളത് സംഭവം. പക്ഷെ അത് വിശ്വസിക്കോ? ഇല്ലല്ലോ. നസീം അത് വിശ്വസിക്കാതിരിക്കാൻ കാരണം കാണും. ഇത്രയധികം ആളുകൾ കണ്ടു എന്ന് ഖുർആൻ പറയുന്ന, ഇത്രയധികം ആളുകളുടെ അനുഭവ സാക്ഷ്യമുണ്ട് എന്ന് വ്യക്തമാകുന്ന ബൈബിളിലെ രേഖകളിലുള്ള പുരാതനമായ ഖുർആൻ സ്ക്രോളുകളിലെല്ലാമുള്ള ഈ സംഭവം പക്ഷേ നിഷേധിക്കാനായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രമിക്കുക, നമുക്കിഷ്ടമില്ലാത്തതാകുമ്പോൾ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാട് ലഭിച്ചു എന്നതിന് തെളിവെന്താണ് എന്ന ചോദ്യത്തിന് ഇന്നുമുള്ള മുസ്ലിങ്ങൾക്ക് നൽകുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതപാട്. ഖുർആൻ ഇതാ പരിശോധിച്ചോളൂ, ഇത് വെളിപാടാണോ എന്ന്. അല്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അതാണ് എക്കാലഘട്ടത്തിലുമുള്ള മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ വന്നു, ജിബ്രീൽ അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവാണ് എന്നും ആ പരിശുദ്ധാത്മാവ് അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം പറഞ്ഞുകൊടുത്ത അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്നും ആ ജിബ്രീലിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്നുമെല്ലാം ഉള്ളതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ 1000 സാക്ഷികളല്ല, ജീവിക്കുന്ന മരിച്ചുപോയ 1000 സാക്ഷികളെ നിഷേധിക്കാം. പക്ഷെ ജീവിക്കുന്ന അതിശക്തമായ നിഷേധിക്കാൻ കഴിയാത്ത സാക്ഷിയത പരിശുദ്ധ ഖുർആൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് പരിശോധിക്കുക, അത് പഠനവിധേയമാക്കുക. ആ സാക്ഷിയെ നിങ്ങൾക്ക് പ്രതിക്കൂട്ടിൽ നിർത്തി കൃത്യമായി വിചാരണ ചെയ്യുക. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ സാക്ഷിയെ പഠിച്ചാൽ പരിശുദ്ധ ഖുർആൻ സർവശക്തനിൽ നിന്നുള്ളതാണ് എന്ന് ഉള്ള വസ്തുത. സോറി, അതായത് ലാത്ത ഉസ്സ മനാത്തയുടെ കൂടെ അള്ളാഹു എന്ന് പറയുന്ന ഭൗതിക ദൈവത്തിന്റെ വിഗ്രഹം കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാതിരുന്ന എന്റെ തെറ്റാണ്. അത് താങ്കൾ ഫില്ല് ചെയ്തതിൽ വളരെ നന്ദി. മറ്റൊരു കാര്യം, താങ്കൾ ഇതുപോലെ പറഞ്ഞു, ഇപ്പോ ദൈവം അത് പരിശുദ്ധാത്മാവ് വഴി വന്നു. അങ്ങനെയെങ്കിൽ ഇറാനില് ബഹായിസം എന്ന് പറയുന്ന ബഹായികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് അവർക്കും ഒരു പ്രവാചകനുണ്ട്. ബഹാഉള്ള എന്ന് പറയുന്ന പ്രവാചകൻ പേർഷ്യയിലെ ഒരു ധനാഢ്യ കുടുംബത്തിൽപ്പെട്ട ഒരു രാജകീയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന് കിതാബെ ഈഗാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, നിഗൂഢ വചനങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അദ്ദേഹവും ഇത് തന്നെയാണ് അവകാശപ്പെട്ടത്. ഒരു പരിശുദ്ധാത്മാവ്, അതായത് ഗബ്രിയേൽ മാലാഖ എന്റെ അടുത്ത് വന്ന്, അതും 40 വർഷം അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ തടവറക്കുള്ളിൽ ഇരുട്ടറക്കുള്ളിൽ വെച്ചാണ് അദ്ദേഹം ഈ ജിബ്രീൽ എന്ന് പറയുന്ന ശക്തി അദ്ദേഹത്തിന് ഇതെല്ലാം ഓതി കൊടുത്തതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിനെയും നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ? ഇനി മാത്രമല്ല, റിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ തലവനായ താങ്കൾ ഇത്രയധികം ആളുകളെ ഇത് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ താങ്കളുടെ പ്രസംഗം കേൾക്കാൻ താങ്കളുടെ അനുയായികൾ ഇവിടെ വന്നിട്ടുണ്ട്. നാളെ താങ്കൾക്ക് ഇതേപോലെ ഒരു ഗബ്രിയേൽ മാലാഖ ജിബ്രീൽ എന്റെ അടുത്ത് വന്നു, എനിക്ക് വെളിപാട് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ നാളെ ഫിലോസഫി ഇറക്കുന്നതോടുകൂടി നിങ്ങളെ കൂടെ വരാൻ തീർച്ചയായിട്ടും ഇതേ അനുയായികൾ തന്നെ ഉണ്ടാവും. അപ്പോ താങ്കളെ പോലുള്ള ആളുകൾക്ക്
ഇതിനെ അല്ല, ഇതിന്റെ അപ്പുറവും പറയാൻ ഇത്തരം കാര്യങ്ങൾക്ക് വഴിവെക്കാനും ഇന്ന് മീഡിയ പ്രസക്തിയും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സാധിക്കും. താങ്കൾക്കും നാളെ ഒരു പ്രവാചകൻ ആവുന്നവൻ. നസീമേ, കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ വിജ്ഞാനം, അതിനെക്കുറിച്ച് അഹങ്കാരമൊന്നും നമുക്ക് ആർക്കും വേണ്ട. മറ്റൊരാൾ പറഞ്ഞത് ഡിസ്റ്റോർട്ട് ചെയ്ത് അവതരിപ്പിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം നമ്മൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആളാണല്ലോ, മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ അങ്ങനെല്ലാം ഉണ്ടായി എന്ന് വരും. പക്ഷേ അത് ശരിക്ക് ഇതേപോലെയുള്ളൊരു വേദിയിൽ അത് വേണ്ട. ഞാനൊരിക്കലും തന്നെ അള്ളാഹു എന്നൊരു വിഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പോയ കഅബാലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മുസ്ലിങ്ങൾ പോകുമ്പോൾ, കഅബാലയത്തിൽ പോകുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞൊരു വിഗ്രഹത്തിന്റെ അടുത്തല്ല പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്, ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ക്ലിയറാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു, പ്രതിഷ്ഠയില്ലാതെ തന്നെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിലേക്കുള്ള ഇടയാളന്മാരായിട്ടാണ് മറ്റുള്ളവരെ സങ്കല്പിച്ചത്. ഖുർആനെങ്കിലും ഒരു പ്രാവശ്യം വായിച്ചു നോക്കിക്കൂടെ? അതിന്റെ പരിഭാഷ ലഭ്യമാണല്ലോ അഹമ്മദ് നസീമിന്. മാർക്കറ്റിങ്ങിന്റെ 3 പീസ് വായിക്കുമ്പോൾ ഖുർആനിലൊരു 3 ആയത്ത് കൂടി വായിച്ചു നോക്കിയാൽ ഈ ഇത്ര പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ. ഒന്ന് വായിച്ചു നോക്കുക. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ അറുത്തുമുറിച്ച് വിമർശിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്ത് പരിശോധിക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. അവരോട് ചോദിക്കപ്പെട്ടാൽ, അവരോട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയും അള്ളാഹു എന്ന്. ഖുർആനാ പറയുന്നത് മക്കാ മുശ്രിക്കുകളെ പറ്റി. അതവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അവർ വിഗ്രഹാരാധകരാണ്. അതോടൊപ്പം തന്നെ അള്ളാന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടല്ല. അപ്പൊ നസീം പഠനങ്ങൾക്ക് വിധേയമാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നസീം പറഞ്ഞ വാദം ശരിയാണ്. അതെന്താണ്? പിന്നെ ബഹാവുള്ളക്ക് അദ്ദേഹത്തിന്റെ വാദമുണ്ട്. ബഹാവുള്ളക്ക് മാത്രമല്ല, ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ വാദിക്കുന്നുണ്ട്. ബഹാവുള്ള അദ്ദേഹം ഒരു പുതിയ മതമുണ്ടാക്കി പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അഹമ്മദിയാക്കൾ ഞങ്ങൾക്ക് അഹമ്മദിയാക്കള് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മനുഷ്യന് ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും വഹി നൽകുകയും ചെയ്തു എന്ന് വാദിക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് ഇയാൾ പ്രവാചകനാണ് എന്നാണ്. അവർ മാത്രല്ല, പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നാളെ ഇപ്പറഞ്ഞതുപോലെ നസീം സ്വപ്നം കണ്ടതുപോലെ എനിക്കും വേണമെങ്കിൽ പ്രവാചകത്വം വാദിക്കാം. പക്ഷേ അങ്ങനെ വാദിക്കുമ്പോൾ എന്റെ സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് തെളിവ് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ബഹാവുള്ളയുടെ കയ്യിൽ മറുപടിയില്ല. ബഹാവുള്ളയുടെ കയ്യിലുള്ള മറുപടി എനിക്ക് വെളിപാട് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ ബഹാവുള്ള അവസാനം ഞാൻ തന്നെയാണ് ആ ഒളി എന്ന് പറഞ്ഞിട്ടാണ് അവസാനിച്ചത്. അത് മനസ്സിലാക്കണം. ബഹായി മതത്തിലെ ഒരുപാട് സമസ്യകളുണ്ട്, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത് ബഹാവുള്ളക്കത് വാദിക്കാം, മിർസ ഗുലാമിന് വാദിക്കാം, നസീമിന് നാളെ വാദിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ആര് വാദിച്ചാലും നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ് തെളിവ്? മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം ചോദിക്കാം, എന്താണ് തെളിവ് എന്ന്. അന്നുള്ളവർ ചോദിച്ചതുപോലെ ഇന്നുള്ളവർക്കും ചോദിക്കാം. ഇന്നുള്ളവർ ചോദിക്കുമ്പോൾ ഇതാ തെളിവ് എന്ന് പറഞ്ഞ് ഇസ്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ട് തരും പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ ആ തെളിവ് അവതരിപ്പിക്കും. ഖുർആൻ പറയും, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ഇൻദില്ലാഹി മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖുൻ നാറല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത ലിൽ കാഫിരീൻ. ഖുർആൻ പറയും, നിങ്ങൾക്ക് തെളിവ് വേണോ? നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ ഗ്രന്ഥം പടച്ചോൻ്റെതല്ല എന്ന്, മുഹമ്മദ് നബിക്ക് ജിബ്രീൽ അവതരിപ്പിച്ചതല്ല എന്ന്, 14 നൂറ്റാണ്ട് മുൻപത്തെ മുഹമ്മദ് നബി സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന്? എങ്കിൽ ഇതിലൊരു അധ്യായത്തിന് തുല്യമായൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ ഒരാൾ വേണ്ട, ലോകത്തെ മുഴുവൻ ആളുകളെയും കൂട്ടിക്കോളൂ. ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായം കൊണ്ടുവരാൻ കഴിയുമോ? ഇതാണ് ഖുർആനിന്റെ വെല്ലുവിളി, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിയെ നമുക്ക് ചിരിച്ചു തള്ളാം, പുച്ഛിച്ചു തള്ളാം. പക്ഷെ ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയൂല.
രണ്ടാമത്തെ ഖുർആനിന്റെ വെല്ലുവിളി, തീർച്ചയായും ആ വെല്ലുവിളി പറയുമ്പോൾ അറബിയാണ്, ഭാഷ നമുക്കറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെ അനലൈസ് ചെയ്യാൻ നസീമിന് അല്ലെങ്കിൽ അറബി ഭാഷ അറിയാത്ത ആളുകൾക്ക് സ്വാഭാവികമായും പരിമിതികൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. അവിടെയാണ് ഖുർആനിന്റെ രണ്ടാമത്തെ വെല്ലുവിളി. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതെ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവശക്തനായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് ഈ ചോദ്യം. തീർച്ചയായും അന്നു മുതൽ ഇന്നുവരെ ഒരുപാട് ആളുകൾ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും കണ്ടെത്താൻ വേണ്ടിയുള്ള നിരന്തരമായ ഭഗീരഥമായ ശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം. അതിന്റെ ഫലമായി ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും സത്യം. ഇന്നും ഖുർആനിൽ അബദ്ധങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി മാത്രം ഉള്ള കൾട്ടുകൾ ഇന്റർനെറ്റിന്റെ രംഗത്തെല്ലാം ഇഷ്ടം പോലെയുണ്ട് എന്നതും സത്യം. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വസ്തുനിഷ്ഠമായ ഒരു അബദ്ധം, വസ്തുനിഷ്ഠമായൊരു വൈരുദ്ധ്യം കണ്ടെത്താൻ ഇതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഇവയേക്കാൾ വലിയ വസ്തുതാപരമായ സത്യം. അതുകൊണ്ട് തന്നെ ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ചൊരു ഗ്രന്ഥത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാകണം, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകണം. അതില്ല എന്നത് ആണ് നസീമിന്റെ മുന്നിൽ ഖുർആനിന് വെക്കാനുള്ള, ഖുർആനിന്റെ അജയ്യതക്കുള്ള, ഖുർആനിന്റെ അമാനുഷികതക്കുള്ള പ്രവാചകന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ്. ബഹാവുലക്ക് അത് പറയാനില്ല, മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിക്ക് അത് പറയാനില്ല. ഇനി എം എം അക്ബർ വന്നാൽ എം എം അക്ബറിന് അത് പറയാണ്ടാകൂല. കാരണം എന്താ? ഇതെല്ലാം വ്യാജന്മാരാണ്. വ്യാജന്മാർക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് ഖുർആന്റെ ഒരു ശൈലി നോക്കൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞ എന്താ? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം, അഥവാ നിങ്ങൾ മുഴുവൻ മനുഷ്യരും കൂടിക്കോളൂ, അള്ളാഹു വിളിച്ചുള്ള ഏത് സഹായിയെയും വിളിച്ചോളൂ, നിങ്ങൾക്കൊരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, ഫഇല്ലൻ തഫ്അലൂ വലൻ തഫ്അലൂ. ഇല്ല കേട്ടോ, നിങ്ങൾക്കതിന് കഴിയില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പറഞ്ഞത്. കഴിയില്ല, നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നത് ചരിത്രമാണ്. പുച്ഛിച്ച് തള്ളാൻ നമുക്ക് എളുപ്പമുള്ളതാണ്. പക്ഷേ വസ്തുതകളെ വസ്തുതകളായി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ സമദ്. ഇബ്ലീസിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇബ്ലീസ് തൗബ ചെയ്യുകയാണെങ്കിൽ അത് പടച്ചോൻ സ്വീകരിക്കുമോ? അങ്ങനെ തൗബ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിന്റെ അവസ്ഥ എന്താവും? അഥവാ തൗബ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം യുക്തിപരമായിട്ടുള്ളൊരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇബ്ലീസ് തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സ്വീകരിക്കുമോ? തൗബ അഥവാ അള്ളാഹ് സ്വീകരിച്ചാൽ ഇസ്ലാമിൻ്റെ ഭാവി എന്തായിരിക്കും? യുക്തിപരമായ മറുപടി വേണമെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. അള്ളാഹു ഇബ്ലീസിൻ്റെ തൗബ സ്വീകരിക്കുമോ എന്നതിന് അള്ളാഹുവാണ് ഉത്തരം പറയേണ്ടത്. ഇബ്ലീസ് ചരിത്രം പറഞ്ഞിടത്തൊന്നും തന്നെ അള്ളാഹു ഇബ്ലീസ് തൗബ ചെയ്തതായി പറയുന്നില്ല, തൗബ സ്വീകരിക്കുന്നതായും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്ലീസ് അവന്റെ വഴികേടിൽപ്പെട്ട ആളുകളോടൊപ്പം മരണാനന്തര ജീവിതത്തിൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടുവെന്ന് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തൗബ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ചോദ്യത്തിന്റെ കാതൽ, അഥവാ തൗബ എങ്ങാനും ഇബ്ലീസ് ചെയ്തു, അല്ലാഹു അത് സ്വീകരിച്ചും ചെയ്തു, എന്നാ പിന്നെ ഇസ്ലാം പിരിച്ചുവിടേണ്ടി വരൂലേ? കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മുസ്ലിമുകളാവൂലേ? ഇവിടെയാണ് പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ചില അബദ്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്ലീസ് എന്ന് പറയുന്ന മനുഷ്യരെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള ഒരു സൃഷ്ടിയുണ്ടായിട്ട്, ഭൂമിയിൽ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ ഉണ്ടായിട്ട് ആ ജീവവർഗങ്ങളെ ഒന്നും തന്നെ ഇബ്ലീസ് തെറ്റിച്ചിട്ടില്ല. എന്താ മനുഷ്യനെ തെറ്റിക്കുന്നത്? മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. മനുഷ്യന് തെരഞ്ഞെടുപ്പിന് അവകാശമുള്ളത് കൊണ്ടാണ്, കഴിയുന്നത് കൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാന്റെ മാർഗദർശനം അനിവാര്യമായി വരും. ഇവിടെ ഇബ്ലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമല്ല, തെറ്റ് ചെയ്യുവാനുള്ള പ്രചോദനം മനുഷ്യന് സ്വാഭാവികമായി തന്നെ നന്മയും തിന്മയും ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൊണ്ടതുകൊണ്ട് അതിനുള്ള സ്വാഭാവികത മനുഷ്യനിലുണ്ട്. ഇബ്ലീസ് ചെയ്യുന്നത് അവിടെ പ്രലോഭനം നടത്തുകയാണ്, ആ രൂപത്തിൽ പ്രചോദിപ്പിക്കുകയാണ്. ഇബ്ലീസ് മാത്രമാണ് പ്രചോദിപ്പിക്കുന്നത് എന്നൊരു ധാരണ നമുക്കുണ്ട്, അതും ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചത് ഓരോ മനുഷ്യരെയും നന്മയുടെ മാർഗത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അള്ളാഹുവിന്റെ മലക്കുകൾ ഓരോ മനുഷ്യനോടൊപ്പമുണ്ട് എന്നാണ്. അതേപോലെ തന്നെ പൈശാചികമായ പ്രലോഭനത്തിന് ജിന്നുകളിൽ നിന്നുള്ള ഇബ്ലീസിന്റെ പ്രതിനിധിയുമുണ്ട്. ഇത് ഓരോ മനുഷ്യനുമുള്ളതാണ്. അഥവാ നന്മയിലേക്കുള്ള പ്രചോദനവുമുണ്ട്, തിന്മയിലേക്കുള്ള പ്രചോദനം ഉള്ളതോടൊപ്പം തന്നെ അവിടെ യഥാർത്ഥത്തിൽ ആത്യന്തികമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇബ്ലീസോ മറ്റാരെങ്കിലുമോ അല്ല, മറിച്ച് നമ്മളാണ്. സെലക്ട് ചെയ്യുന്ന നമ്മളാണ്. എന്താണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവിടെയാണ് പ്രശ്നം. ആ സെലക്ഷന് നമുക്ക് സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ആ സ്വാതന്ത്ര്യത്തിന്റെ രംഗത്ത് അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം വേണം. ആ മാർഗനിർദ്ദേശത്തിന്റെ പേരാണ് ഇസ്ലാം എന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തൗബ നമ്മൾ കേവലമായ സങ്കല്പനത്തിൽ വെച്ചാൽ പോലും ഇസ്ലാം പിരിച്ചുവിടേണ്ടി വരില്ല. ഇസ്ലാമിന്റെ ഭാവി ഒരു അപകടത്തിലാവൂല. അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം എല്ലാ മനുഷ്യർക്കും എല്ലായ്പ്പോഴും ആവശ്യമുണ്ടാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പേര് ഫാസിൽ, സ്ഥലം കോട്ടക്കലാണ്. ഞാൻ ചോദിക്കുന്നത് ഈ യുക്തിയും മനുഷ്യൻ്റെ മതവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആധുനിക കാലഘട്ടത്തെ മനുഷ്യൻ്റെ യുക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മോഡേൺ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പുതിയ പ്രബോധന ശൈലിയാണ് യുക്തിപരമായ രൂപത്തിൽ ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെയും വിശുദ്ധ ഖുർആനിലെ പ്രതിപാദന വിഷയങ്ങളെയും മുസ്ലിമീങ്ങളായ ആളുകളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സംവദിക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആധുനിക ശാസ്ത്രം പ്രതിപാദിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ ലോകം അറിഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിൽ അക്ബർ സാഹിബിനെ പോലെയുള്ള സാക്കിർ നായിക്കിനെ പോലെയുള്ള പ്രഗത്ഭരായ പ്രബോധകന്മാർ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ചോദ്യം, മനുഷ്യന്റെ മതം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദർശനവും ഇസ്ലാം എന്ന് പറയുന്നതും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതും വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ 100% ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ മനുഷ്യന്റെ ബുദ്ധിയാകുന്ന ആധുനിക ശാസ്ത്രവും അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ സുന്നത്തോ ഏറ്റുമുട്ടുന്നൊരു സന്ദർഭം വന്നാൽ അവിടെ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ്. ഈ ചോദ്യം ചോദിക്കുവാനുള്ള ഒരു കാരണം, താങ്കളെപ്പോലെയുള്ള ബഹുവന്യരായ ചില പ്രബോധകന്മാർ വിശുദ്ധ ഖുർആനിൽ നിന്നും ചില ശാസ്ത്രീയപരമായ കാര്യങ്ങൾ പ്രതിപാദിച്ചെടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ബിഗ് ബാങ് തിയറി, വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനം, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള് എന്ന് പറയുന്ന വചനത്തിൽ അത് ബിഗ് ബാങ് തിയറിക്ക് സമാനമാണ് എന്ന് പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ബിഗ് ബാങ് തിയറി എന്നുള്ളത് ഇന്ന് സർവാംഗീകൃതമായി ശാസ്ത്രകാരന്മാർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് എന്ന് ശാസ്ത്രം സർവാംഗീകൃതമായി അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ താങ്കളുടെ പ്രസ്താവനകളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ള ഒരു കാര്യമാണ്, കുട്ടികൾ ഭ്രൂണാവസ്ഥയിൽ വളരുന്ന സന്ദർഭത്തിൽ ആ വളർച്ചയെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കുട്ടികൾ ഈ ഭ്രൂണാവസ്ഥയിൽ രക്തക്കട്ടയായി മാറുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം താങ്കൾ പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയകമായിട്ടുള്ള പിക്ചോറിക്കൽ റെപ്രസെന്റേഷനും പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ അങ്ങനെ ഒരു രക്തക്കട്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിനില്ല എന്നാണ് വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ പഠനത്തിന്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെയുള്ള 1-2 വിഷയങ്ങൾ, താങ്കൾക്ക് ചോദ്യം കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കുകയില്ല, അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് താങ്കളുടെ പ്രസ്താവനകളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ ഞാൻ പറയാൻ തന്നെ താങ്കൾക്ക് അറിയാലോ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നിരാകരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയപരമായ ചില പ്രസ്താവനകൾ ആധുനിക ശാസ്ത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഏറ്റുമുട്ടുമ്പോൾ
ഒരു വിശ്വാസി എന്ന രൂപത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആധുനിക ശാസ്ത്രത്തെ പുറങ്കാല കൊണ്ട് തട്ടിയിട്ട് അള്ളാന്റെ കലാമിന് നെഞ്ചിലേറ്റുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർ കൈക്കൊണ്ടിട്ടുള്ള ഉപരി വിപ്ലവാത്മകമായ ഒരു സമീപനം ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മേൽ മറ്റുള്ളവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചില്ലേ? അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനിയെങ്കിലും നമ്മൾ അല്പം പക്വമായ സമീപനം സ്വീകരിക്കേണ്ടതില്ലേ എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബറകല്ലാഹു ഫീക്. ചോദ്യം വളരെ പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്ര വസ്തുതകളെ പരിശുദ്ധ ഖുർആനുമായി ഹദീസുകളുമായി യോജിപ്പിക്കുമ്പോൾ അതിൽ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ, ശാസ്ത്രീയമായി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങളിൽ സംഭവിക്കാവുന്ന ഖുർആനിലോ ഹദീസുകളിലോ പറഞ്ഞിട്ടുള്ളതിന് എതിരിലുള്ള ഒരു കാര്യം വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ അപകടമാവില്ലേ എന്നാണ് ചോദ്യം. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മാത്രം നിരീക്ഷണമല്ല. ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ വളരെ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾ അത് ചില രംഗങ്ങളിലെങ്കിലും വഴിവിട്ടു പോയിട്ട് ഉണ്ടാക്കാറുള്ള അപകടങ്ങളുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അനുസൃതമായി പരിശുദ്ധ ഖുർആനിനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഖുർആനിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടി വ്യാഖ്യാനിച്ച് ആ ശാസ്ത്രത്തിനനുസരിച്ച് പരിശുദ്ധ ഖുർആനെ ഒപ്പിച്ച് വെച്ച് നിൽക്കുമ്പോൾ അവിടെ അത്തരം ഒരു പ്രവണത സാധാരണയായി ഖുർആൻ ശാസ്ത്ര പഠനങ്ങളോടനുബന്ധിച്ച് ഉണ്ടായി വന്നിട്ടുണ്ട്. ഏറെ അപകടകരമായ ഒരു പ്രവണതയാണത്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ നസ്സായിട്ടുള്ളൊരായത്താണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 82-ാമത്തെ വചനമാണ്. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും അള്ളാഹുവിങ്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം ഇഖ്തിലാഫ് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ ഇഖ്തിലാഫ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ആന്തരികമായ വൈരുദ്ധ്യമാണ്, ഒന്ന് ബാഹ്യ വസ്തുതകളുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെപ്പോഴും ഖുർആന്റെ ഇജാസ് പറയുമ്പോൾ ഖുർആനിൽ ഒരു അബദ്ധവുമില്ല എന്നുള്ളത് ഖുർആന്റെ ഇജാസായി പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. ഖുർആന്റെ അത്ഭുതമായി. അത് പഴയകാല പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു പോരുന്നതാണ്. ഖുർആനിൽ അബദ്ധങ്ങളൊന്നുമില്ല. ഖുർആനിൽ അബദ്ധങ്ങളില്ല എന്ന് പറയുമ്പോൾ പൂർവ്വകാലഘട്ടത്തിൽ ഖുർആനിലെ അബദ്ധമില്ലായ്മക്ക് ഉള്ള തെളിവുകളായി അവതരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യകർത്താവ് തന്നെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒരു ശാസ്ത്രയുഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ശാസ്ത്രയുഗത്തിൽ ശാസ്ത്രം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ചില അബദ്ധങ്ങളുണ്ട്. അതെന്താണ്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ശാസ്ത്രീയമായ സങ്കല്പനങ്ങളാണ്, മറ്റൊന്ന് ശാസ്ത്രീയമായ വസ്തുതകളാണ്. ശാസ്ത്രീയ വസ്തുതകൾ എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെട്ട കൃത്യമായ സത്യമാണ്. ആ സത്യം കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്നതുപോലെ ആ കണ്ണ് കാഴ്ച എന്നുള്ള സംഭവം സംഭവിക്കുമ്പോൾ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം, ആ പ്രതിബിംബം തലച്ചോറിലെത്തുമ്പോഴാണ് കാഴ്ച അനുഭവിക്കുന്നത് എന്നത് ഒരു ഉദാഹരണം. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെയുള്ള ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ട വസ്തുതകളുണ്ട്. അത് നമുക്ക് പുതിയ യന്ത്രങ്ങളുടെയും മറ്റും സഹായത്താൽ ഈ വസ്തുതകളെ നിരീക്ഷിക്കാനും കഴിയും. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത് ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ്. സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും സങ്കല്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തപ്പെടുന്ന നിഗമനങ്ങളാണ് സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തങ്ങളെ സാധൂകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യണമെങ്കിൽ വസ്തുതകളുടെ പിൻബലം ഉണ്ടാകണം. വസ്തുതകളുടെ പിൻബലം ഉണ്ടെങ്കിൽ പോലും ആ സിദ്ധാന്തങ്ങൾ ചിലപ്പോൾ പിൽക്കാലഘട്ടത്തിൽ കൂടുതൽ കൃത്യമായ അറിവ് ലഭിച്ചാൽ അത് തിരുത്തപ്പെടാം. ഉദാഹരണത്തിന് ന്യൂട്ടന്റെ സിദ്ധാന്തപ്രകാരം നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഗുരുത്വാകർഷണം എന്നൊരു ബലമുണ്ട്. ആ ബലം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത് എന്നാണ്.
ഗുരുത്വാകർഷണം എന്ന ബലം എന്ന് പറയുന്നത് സൂക്ഷ്മമായ അർത്ഥത്തിൽ തെറ്റാണ് എന്നാണ് ഐൻസ്റ്റൈൻ സ്ഥാപിച്ചത്. ഗുരുത്വാകർഷണ ബലം എന്നതൊരു ബലമല്ല എന്നും സ്ഥലകാല നൈരന്തര്യത്തിൻ്റെ ആ സ്പേസിൽ, സ്ഥലകാല നൈരന്തര്യത്തിൻ്റെ ടൈം സ്പേസ് കോണ്ടിനത്തിൻ്റെ സ്പേസിൽ ഭാരമുള്ള വസ്തു ഉണ്ടാകുമ്പോൾ സ്ഥലകാല നൈരന്തര്യത്തിന് സംഭവിക്കുന്ന വളവാണ് ബലമായി അനുഭവപ്പെടുന്നത് എന്നുമാണ് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം. കുറച്ചുകൂടി സങ്കീർണമാണ് മനസ്സിലാക്കാൻ. ഞാൻ സൂചിപ്പിക്കുന്നത് അത് കൂടുതൽ സൂക്ഷ്മാവസ്ഥകളിലേക്ക് പോകലാണ്. അവിടെയെല്ലാം തന്നെ ഒരു സിദ്ധാന്തം ഉണ്ടാവുകയും ആ സിദ്ധാന്തം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെയും ചിലപ്പോൾ ഭാവി കാലഘട്ടത്തിൽ അത് തിരുത്തപ്പെടാനുള്ള സാധ്യത നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം അത് സത്യമാണ് എന്നാണ് പുതിയ കാലഘട്ടത്തിലെ അറിവ് മുഴുവനും സ്ഥാപിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് ചരിത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശാസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ, വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ വെള്ളപ്പൊക്കം നടന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ എന്നതിനുള്ള തെളിവായി ഏതെങ്കിലും ഒരു പുരാവസ്തു ഗവേഷകൻ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യത്തിന് അത് സത്യം തന്നെയാണ് എന്നതിന് പുരാവസ്തു ഗവേഷണങ്ങൾ അടക്കം ഇപ്പോൾ സാക്ഷ്യം നിൽക്കുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതെന്താണ്? ഖുർആനിന്റെ സത്യതയെ പുറമെയുള്ളൊരു വിജ്ഞാനം ശരിപ്പെടുത്തുന്നത്, പറയുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ തുടങ്ങിയതല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് തന്നെയുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അന്നുള്ളായിരുന്ന വൈജ്ഞാനിക സ്രോതസ് പൂർവകാല ഗ്രന്ഥങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിങ്ങൾ പൂർവകാല ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ, അവർ പറയുന്ന കാര്യങ്ങൾ ഖുർആനുമായി യോജിച്ചു വരുന്നതാണെങ്കിൽ നിങ്ങൾ അത് ഉദ്ധരിച്ചു കൊള്ളുക എന്നാണ്. പരിശുദ്ധ ഖുർആനിനെ അവിടെ ഖുർആനിനെ സത്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പൂർവകാല ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ പറയുന്നതെങ്കിൽ അത് സ്വീകരിച്ചു കൊള്ളുക. അതിൽ അപകടമില്ല, അതിൽ അബദ്ധമില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് അക്കാലഘട്ടത്തിലെ വൈജ്ഞാനിക സ്രോതസ് എന്നുള്ള നിലക്ക് ഇപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ നടന്ന സംഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിലെ പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ കൃത്യമാണ് എന്ന് പുതിയ കാലഘട്ടത്തിൽ ഈജിപ്റ്റോളജി കുറെ കൂടി വികസിച്ച ഒരു സമയമാണ്. ക്യൂനിഫോം സ്ഥലം വായിച്ചിട്ടുണ്ട്. ഈജിപ്റ്റോളജി അറിയാലോ, ഈജിപ്തിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അതിലെ ക്യൂനിഫോം ലിപികൾ ഏകദേശം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഡിസിഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്യൂനിഫോം ലിപികളിൽ, രേഖകളിൽ, ലേഖനങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിന് അനുകൂലമായ ഒരു കാര്യമുണ്ടാകുമ്പോൾ നമുക്ക് പറയാം ഖുർആനിൽ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് എന്നതിന് പുതിയ ഈജിപ്റ്റോളജിയിലെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു എന്ന്. ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെയാണ് സയൻസും. ശാസ്ത്രീയമായി ഇപ്പോൾ നേരത്തെ തന്നെ നമ്മളെല്ലാം പറയാറുള്ളതിലൊരു അബദ്ധമായി ചൂണ്ടിക്കാണിച്ചല്ലോ. എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ ഖുർആനിൽ അലഖ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അലഖ് എന്ന് പ്രയോഗിച്ചപ്പോൾ ഖുർആൻ ഘട്ടമായി തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അഥവാ ആദ്യം ഒരു നുത്തുഫ, ആ നുത്തുഫ എന്ന് പറയുമ്പോൾ നുത്തുഫത്തിന് അംഷാജ് വേറെ ആയത്തിൽ, ആ നുത്തുഫത്തിന് അംഷാജ് എന്ന് പറയുമ്പോൾ ഖുർആനിൽ വളരെ കൃത്യമാണ് കൂടിച്ചേർന്നുണ്ടായ ബീജം എന്നാണ് അർത്ഥം. പക്ഷെ ആധുനിക ശാസ്ത്രം പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേർന്നാൽ മാത്രമേ ഒരു കുഞ്ഞുണ്ടാകുവാൻ ആവശ്യമായ ഗർഭാശയത്തിലുള്ള ഒരു സംഭവം നടക്കൂ എന്ന് ആധുനിക ശാസ്ത്രം കൃത്യമായി സ്ഥാപിക്കുമ്പോൾ ഖുർആനിൽ പറഞ്ഞ നുത്തുഫത്തിൻ അംഷാജ് എന്നുള്ള പദപ്രയോഗം വളരെ കൃത്യമാണ് എന്ന് നമുക്ക് പറയാം. അവിടെ ഖുർആനിനെ ശാസ്ത്രത്തിനനുസരിച്ച് വളച്ചൊടിക്കലല്ല, മറിച്ച് ഖുർആനിന് പുറത്തുള്ളൊരു വിജ്ഞാനീയത്തെ ഖുർആനിന്റെ സത്യതക്കുള്ള തെളിവായി അവതരിപ്പിക്കലാണ്. ഇതേപോലെ തന്നെ അതിനുശേഷം ഖുർആൻ പറയുന്നത് പിന്നെ അലഖ എന്നാണ്. അലഖ എന്ന പദം നമ്മൾ എടുക്കുന്നു.
മുൻപ് അലക്ക എന്ന പദത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മലയാള ഭാഷയിൽ രക്തക്കട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. രക്തക്കട്ട എന്ന് അലക്കിനൊരർത്ഥമുണ്ട്. അതാണ് അറബി ഭാഷയിലെ പദപരമായ വ്യുൽപ്പത്തി ശാസ്ത്രം പഠിക്കേണ്ടതുണ്ട്. ഒരു പദം അറബി ഭാഷയിൽ പ്രത്യേകിച്ച് ചില സവിശേഷതകളുണ്ട് ഭാഷക്ക്. അപ്പോൾ ഒരു പദം അത് ഉണ്ടായി വന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് അത് ഉണ്ടായത്, അതിൻ്റെ റൂട്ട് വേർഡ്സ് എന്താണ്. എപ്പോഴും ത്രയാക്ഷരങ്ങളായിരിക്കും അറബിയിലെ എല്ലാത്തിൻ്റെ റൂട്ട് വേർഡ്സ്, 3 അക്ഷരങ്ങളായിരിക്കും. ആ റൂട്ട് വേർഡ്സ് എന്തിനൊക്കെ ഉപയോഗിക്കപ്പെടും, ഇത്തരം ഒരുപാട് പഠനങ്ങൾ വേണ്ടി വരും. അപ്പോഴാണ് അലഖ് എന്നുള്ള പദം അത് രക്തക്കട്ടക്ക് ഉപയോഗിക്കുന്ന ഒരു സമയമുണ്ടായിട്ടുണ്ട്. രക്തക്കട്ടക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നു. രക്തക്കട്ടക്ക് അത് ഉപയോഗിക്കാൻ എന്താണ് കാരണം, അതും അല്ലക്ക എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. ആ ഐന് ലാമ് ഖ ഇത് 3 കൂടുമ്പോൾ അത് പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കപ്പെടുക. അവിടെ അട്ടക്ക് അള്ളിപ്പിടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അട്ടക്ക് അലക്ക എന്ന് പറയും. ഈ അട്ട സാധാരണയായി മനുഷ്യർ ഐഡന്റിഫൈ ചെയ്യൽ എപ്പോഴാണ്, അട്ട ശരീരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ്. അട്ട ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അതിങ്ങനെ തൂങ്ങുന്നത് ശരിക്കൊരു ചോര കഷ്ണത്തെ പോലെ തോന്നിക്കും. അതുകൊണ്ട് അതിന് ചോരപിണ്ഡത്തിന്, രക്തപിണ്ഡത്തിന് അലഖ് എന്ന് പറയും. ഇതെല്ലാം പദോൽപത്തിപരമായ കാര്യങ്ങളാണ്. ഇത് പറയുമ്പോൾ അലഖ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അത് വളരെ ആപ്റ്റാണ് ഖുർആനിലെ പ്രയോഗമെന്ന് നമ്മൾ ശാസ്ത്രീയമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയും. വസ്തുതയാണത്. അതെന്താണ്, ഗർഭാശയത്തിൽ പോയി അള്ളിപ്പിടിച്ചിട്ടാണ് അത് വളരുന്നത്. അലഖിന്റെ ബേസ് അള്ളിപ്പിടിക്കലാണ്. രണ്ടാമത്തേത് അട്ടയുടെ രൂപസാദൃശ്യാവുന്ന സമയത്ത് അതിന് കാണും, അവിടെയും കൃത്യമാണ്. രക്തപിണ്ഡം എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ കോലമുണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് രക്തധമനികൾ രൂപപ്പെടുകയും എന്നാൽ രക്തചംക്രമണം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് എന്നാണ്. രക്തധമനികൾ രൂപപ്പെടുന്നു, എന്നാൽ രക്തചംക്രമണം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണം നടക്കുന്നത് എന്തുകൊണ്ടാണ്, സർക്കുലേഷൻ. ഇത് നടക്കാതിരിക്കുകയും ചെയ്യുന്ന അഥവാ കെട്ടിക്കിടക്കുന്ന രക്തത്തിന്റെ ഒരു ഘട്ടം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അലഖ് എന്നുള്ള പദം അവിടെയും കൃത്യമാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഖുർആനിനനുസരിച്ച് ശാസ്ത്രത്തെയോ ശാസ്ത്രത്തിനനുസരിച്ച് ഖുർആനെയോ ദുർവ്യാഖ്യാനിക്കല്ല, മറിച്ച് ഖുർആനിന് പുറത്തുള്ള ഒരു വിജ്ഞാനീയത്തെ ഖുർആന്റെ സത്യതക്കുള്ള തെളിവായി ഉദ്ധരിക്കുക മാത്രമാണ്. അത് അപകടകരമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ രണ്ടും അപകടകരമാണ്, അത് ശരിയല്ല. ഇവിടെ ബിഗ് ബാഗുമായി ബന്ധപ്പെട്ട വിഷയം ചില ആളുകൾ ഈ ആയത്തില് സൂറത്ത് അംബിയായിലെ 30-ാമത്തെ ആയത്ത് സമം ബിഗ് ബാങ് എന്നെല്ലാം പറയാറുണ്ട്. അത് ശരിയല്ല. ബിഗ് ബാങ് എന്നുള്ളത് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കിയതുപോലെ അത് ശാസ്ത്രലോകത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തവുമല്ല, മറിച്ച് ശാസ്ത്രലോകത്ത് അതിന്റെ വിശദീകരണങ്ങളിലാണ് ചോദ്യം ചെയ്യലുള്ളത്. ആദ്യത്തെ കൂടിച്ചേർന്ന ഒരു വസ്തുവായിരുന്നു എന്നുള്ള കാര്യത്തിലും അത് ഭിന്നിച്ചിട്ടാണ് സാധനങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിൽ സംഭവിച്ചിട്ടുള്ള ഓസിലേഷൻസുമായി ബന്ധപ്പെട്ട ഓസിലേഷൻ തിയറിയുണ്ട്. അതേപോലെ തന്നെ വളരെ സൂക്ഷ്മാണുക്കളുടെ നിർമ്മാണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ക്വാണ്ടം തിയറിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും ഒന്നായിരുന്നെന്നും അത് വേർപെട്ടിട്ടാണ് എല്ലാം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കോസ്മോളജിസ്റ്റുകളുടെ അഭിപ്രായ വ്യത്യാസമല്ല, നാളെ ഉണ്ടായി വരാം. അതിന്റെ വിശദീകരണങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പുതിയ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ന്യൂ യൂണിവേഴ്സസ്, ബേബി യൂണിവേഴ്സസ് എന്ന് പറഞ്ഞ പുതിയ തിയറി വന്നിട്ടുണ്ട്. ആ തിയറി അനുസരിച്ചുള്ള ഒരുപാട് സങ്കീർണമാണ്, സാധാരണക്കാർക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ഖുർആനിൽ പറയുന്ന ബിഗ് ബാങ് തിയറി അല്ല. ഖുർആനിൽ പറയുന്നത് എന്താണ്, എല്ലാം ഒന്നായിരുന്നു, അതിനെ അള്ളാഹ് വേർപെടുത്തി എന്നാണ്. അത് ഇന്നത്തെ ശാസ്ത്രവും അംഗീകരിക്കുന്നു എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഇന്നത്തെ ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു. നാളെ ശാസ്ത്രം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം സ്ഥാപിച്ചാൽ ഒരിക്കലും ഖുർആനിന് വിരുദ്ധമാവുകയില്ല എന്ന് ഖുർആനിലെ നേരത്തെ പറഞ്ഞ ഇഖ്തിലാഫ് ഇല്ല എന്നുള്ള വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാകുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. ഖുർആനിന്റെ സത്യതക്കുള്ള മറ്റു വിജ്ഞാന ശാഖകളിലെ സത്യതക്കുള്ള തെളിവുകളെ പോലെ ശാസ്ത്രം ഒരു വിജ്ഞാന ശാഖ എന്നുള്ള നിലക്ക് ഉപയോഗിക്കുക എന്നല്ലാതെ ശാസ്ത്രം എന്നത് ഒരു വിശുദ്ധ പശുവാണ്, ഒരിക്കലും ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അത് തെറ്റൂല എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള വർത്തമാനങ്ങൾ അബദ്ധമാണ്, പറയാൻ പാടില്ലാത്തതാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. എനിക്കൊരു സംശയമുള്ളത്, നിലവിൽ ആദാമിനും ഹവ്വായ്ക്കും 2 മക്കളെന്നാണല്ലോ പറയപ്പെടുന്നത്. ബൈബിളിലോ അങ്ങനെ തന്നെ, ഖുർആനിലും എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായതായിട്ട് ഒരു പേരോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് തലമുറ നിൽക്കണമെങ്കിൽ ഒരു പരിധി വരെ അവർ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണോ,
അല്ലെങ്കിൽ ആ മക്കളുണ്ടായിരുന്നെങ്കിൽ അവരുടെ പേരോ വിവരങ്ങളോ ഒന്നും ഇതുവരെ ഒരിടത്തും ചോദിച്ചിട്ടൊരു സംശയത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. സുഹൃത്ത് ജോൺസന്റെ ചോദ്യം ആദമിൻ്റെയും ഹവ്വൻ്റെയും പെൺകുട്ടികളെ കുറിച്ച് യാതൊരു വിവരമില്ലാണ്. ജോൺസൺ ബൈബിളൊന്ന് വായിച്ചാൽ തന്നെ വിവരം കിട്ടുമായിരുന്നു. ഖുർആനിലല്ല, ബൈബിളിലുണ്ട്, ബൈബിളിലുമുണ്ട്. ബൈബിളിൽ ഹാബേലിൻ്റെയും കാബേലിനെയും കുറിച്ച് പറയുന്ന സ്ഥലത്ത് അവരുടെ സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉൽപ്പത്തി പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അവിടെ ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ പോരെ, ഹാബേലിനെ പറ്റി പറഞ്ഞെടുത്ത്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പരിശുദ്ധ ഖുർആനിലും അവരുടെ ഇണകളെക്കുറിച്ചുള്ള പരാമർശം നേർക്കുനേരെയില്ല. എന്നാൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പെൺകുട്ടികൾ ഉണ്ടായിരുന്നെന്നും ആ പെൺകുട്ടികൾ അവരുടെ പെൺകുട്ടികളെയാണ് ഇവർ വിവാഹം ചെയ്തത് എന്നും ആ വിവാഹം വഴി അഥവാ ഞാൻ പറയട്ടെ ജോൺസൺ തിരക്ക് കൂട്ടല്ല, പറയട്ടെ. ആ പെൺകുട്ടികൾ ഉണ്ടായിരുന്നെന്നും ആ പെൺകുട്ടികളെയാണ് വിവാഹം ചെയ്തത് എന്നും ആ വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആണ് യഥാർത്ഥത്തിൽ അവരുടെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുമെല്ലാമുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് അവരുടെ പേര് ഖുർആനിൽ എവിടെയില്ല, ബൈബിളിൽ എവിടെയില്ല. പേരില്ല എന്നുള്ളത് കൊണ്ട് പ്രവാചകന്മാരുടെ മക്കളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമല്ലല്ലോ. ഒരു ആശയം പഠിപ്പിക്കാനാണ് ഖുർആൻ ഈ ആശയങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ചരിത്രം പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ചില ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ ആശയങ്ങൾ പഠിപ്പിക്കുന്ന രംഗത്ത് പരിശുദ്ധ ഖുർആൻ ഈ വ്യക്തികളുടെ പുരുഷന്മാരുടെ പേര് പറയുന്നു, അവരുടെ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് അവരുടെ മാത്രമല്ല യഥാർത്ഥത്തിൽ ആദി മാതാവിന്റെ പേരും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ആദി മാതാവിന്റെ പേരും പരിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആദം എന്ന് പറഞ്ഞിട്ടുണ്ട്, മാതാവിന്റെ പേരും ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായി ഖുർആനിന്റെ വക്താക്കൾക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതിലെ ചരിത്ര പാഠങ്ങൾ പഠിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു മാതാവിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, മറിയത്തെക്കുറിച്ച്. എന്നാൽ യേശുവിന്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന യോസഫിനെ കുറിച്ച് ഖുർആനിലൊരു പരാമർശമില്ല. ഖുർആനിൽ യാതൊരു പരാമർശമില്ല, യോസഫിനെ കുറിച്ചുള്ള പരാമർശമില്ല. ഇത് പരിശുദ്ധ ഖുർആൻ ചില ചരിത്ര സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോൾ ചില പേരുകൾ പറയും, ചില പേരുകൾ ഒഴിവാക്കും. ചില പേരുകൾ പറയുന്നത് ആ കാര്യങ്ങളിലുള്ള പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ് ജോൺസൺ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, മതം യുക്തിയും വിചാരവും എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. വളരെ ശക്തമായി തന്നെ, വളരെ നിഷ്കൃഷ്ടമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായി, വിമർശനങ്ങളുണ്ടായി. ആ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളോടെല്ലാം വളരെ വിനീതമായി സഹോദര ബുദ്ധിയ അഭ്യർത്ഥിക്കുവാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ സന്നദ്ധമാകണമെന്നാണ്. ഇസ്ലാമിനെക്കുറിച്ച് സ്വാഭാവികമായും നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നും മദ്രസ പാഠങ്ങളിൽ നിന്നെല്ലാം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, വിമർശനങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനപ്പുറത്തുള്ള വസ്തുതകൾ കാണാൻ നമ്മൾ സന്നദ്ധമാകണം. പഠിച്ചാൽ, അവഗാഢമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സന്നദ്ധമായാൽ, നിങ്ങളുടെ ചിന്ത ശേഷിയെ യഥാരൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സന്നദ്ധമായാൽ സത്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠനത്തിന് വിധേയമാക്കണം കാര്യങ്ങൾ എന്ന് വളരെ വിനീതമായി നിങ്ങളോടെല്ലാവരോടുമായി, എല്ലാ സഹോദരങ്ങളോടുമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, ഞാനിവിടെ സംസാരിക്കുന്നത് നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ എൻ്റെ വിജ്ഞാനം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയോ ഞാനൊരു വിജ്ഞാനിയാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ സ്ഥാപിക്കുമ്പോൾ, ഇസ്ലാം സത്യമാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ബോധ്യം എനിക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യം മരണാനന്തര ജീവിതം എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. മരണാനന്തര ജീവിതം വസ്തുതയാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ മരണാനന്തര ജീവിതത്തിൽ ദൈവനിഷേധവുമായി കടന്നു പോവുകയാണെങ്കിൽ, ബഹുദൈവ ആരാധനയുമായി കടന്നു പോവുകയാണെങ്കിൽ ആ ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായ നഷ്ടമാണ് ഉണ്ടാവുക എന്നതുകൊണ്ട് ആ സത്യം നിങ്ങളോട് തുറന്നു പറയാൻ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഏൽപ്പിച്ച ഈ സത്യം നിങ്ങളോട് തുറന്നു പറയാൻ ആ ഒരു ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം. അതല്ലാതെ ഏതെങ്കിലും വിജ്ഞാന പ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല.
അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠനത്തിന് വിധേയമാക്കുക ഖുർആനിനെ, പ്രവാചകന്റെ ജീവിതത്തെ. എങ്കിൽ സത്യം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയും. മുൻധാരണകൾക്കപ്പുറത്ത് വസ്തുതാപരമായ അന്വേഷണങ്ങളിലൂടെ സത്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർവേശ്വരനായ തമ്പുരാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും സത്യം സ്വീകരിച്ച് സത്യത്തിൻ്റെ മാർഗത്തിൽ നിലനിന്ന് അവസാനം വരെ ഈ സത്യത്തിൽ ഉറച്ചു നിന്ന് സത്യവിശ്വാസികളോടൊപ്പം മരണപ്പെട്ട് സത്യവിശ്വാസികളോടൊപ്പം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. നാഥ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.